കൂട്ടുകാർ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ ഞാൻ എന്നെ തന്നെ പ്രസൻറ്റ് ചെയ്യാം. എൻ്റെ പേര് ജസിന്ത്. കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട് ഷിപ്പിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. ആസ് ആൻ ഏബിൾ ബോഡിഡ് സ്വിമ്മറാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത്. ഷിപ്പ് ഇപ്പോൾ സെയിലിംഗ് ആയിട്ടുള്ളത് കോസ്റ്റൽ ഏരിയ അൾജീരിയയിലാണ്. ഒരിക്കലും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. എൻജോയ് മൈ വീഡിയോ വിത്ത് ഇംഗ്ലീഷ് സബ്ടൈറ്റിൽസ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ സ്കിൽഡ് മറൈന. ഇറ്റ്സ് യുവർ ജസിന്ത്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറേ നാളെ എനിക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റിയിട്ട് വേറൊന്നുമല്ല, ഭയങ്കരമായ വേദനയുടെ ഇടയിലായിരുന്നു ഞാൻ. എൻ്റെ കൈ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഇടയിൽ പെട്ടിട്ട് ഈ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഈ അവസ്ഥ കാണുമ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ബൾജിങ് ഉണ്ടോ ഫ്രണ്ടിൽ, വിരലിൻ്റെ ഫ്രണ്ട് ബൾജ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഡോറിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയതാണ്. എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലുള്ള, അപ്പോൾ ഈ നഖം ഇളവി മാറിയാലേ ഇച്ചിരിയെങ്കിലും സമാധാനം കിട്ടും. അതുകൊണ്ട് വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല നേരെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കാണ് 2 ദിവസം കൂടുമ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് വലിയൊരു ടാസ്ക് ഞാൻ തന്നെ കൊടുത്തിരിക്കുകയാണ്. എൻ്റെ റൂം ഞാൻ ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും ദിവസം ഒരാഴ്ച കൊണ്ട് ഞാൻ റൂമൊന്നും ക്ലീനിങ് ഒന്നും നേരെ ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നൊരു ദിവസം എൻ്റെ റൂം മൊത്തം അടിച്ച് വൃത്തിയാക്കി എടുക്കാമെന്നല്ല. അപ്പോൾ എൻ്റെ റൂമിൻ്റെ കണ്ടീഷൻ നല്ലതല്ലേ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾ തന്നെ എൻ്റെ റൂമിൻ്റെ കണ്ടീഷൻ ഒന്ന് കണ്ടു നോക്ക്. കാരണം ജോയിനിങ്ങിന് ഞാൻ ആ സമയത്തിട്ട വീഡിയോ ഇപ്പോഴുള്ള കണ്ടീഷനും നോക്കി നോക്ക്. കണ്ടോ എൻ്റെ റൂമിൻ്റെ അവസ്ഥ. ഇപ്പോൾ ഈ ഒരു കോലമാണ് എൻ്റെ റൂമിൻ്റെ അവസ്ഥ. ഒരു ബെഡ്ഷീറ്റ് പോലും മടക്കി വയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഞാനിപ്പം. ഡ്രസ്സൊക്കെ സോഫയുടെ മേളിൽ ഇങ്ങനെ തുണി നനച്ച ഡ്രസ്സാണ്, ഉണങ്ങിയ ഡ്രസ്സുകളാണ്. കാരണം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഫുൾ ബിസി ഷെഡ്യൂളാണ്. ഒന്നും അടുക്കി വയ്ക്കാൻ പറ്റുന്നില്ല. അത് കണ്ടോ, എല്ലാം ഇങ്ങനെ വാരിക്കോരി ഇട്ടിരിക്കുക ഡ്രസ്സൊക്കെ. എൻ്റെ വർക്കിംഗ് ഡ്രസ്സാണ് ഇത്. നമ്മൾ ഇതിനെല്ലാം ഇന്ന് ഒതുക്കി എടുക്കാൻ പോവാം ഇന്ന്. കാരണം ഇപ്പം സമയം എന്തായി? സമയം 3:45. 6 മണി വരെ എനിക്ക് സമയമുണ്ട്. അപ്പം മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് എൻ്റെ റൂം കണ്ടപ്പോൾ മനസ്സിലാവും നേരത്തെ റൂമിനുണ്ടായിരുന്ന കോലവും ഇപ്പോഴത്തെ റൂമിൻ്റെ കണ്ടീഷനും നല്ല വ്യത്യാസമുണ്ടല്ലേ. എൻ്റെ ബെഡിൻ്റെ രൂപം നോക്കി വയ്ക്കുന്ന നേരത്തെ എല്ലാം അലങ്കോലാക്കി ഇട്ടിരിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ സോഫയിലുള്ള മേളിലുള്ള ഡ്രസ്സായിരുന്നു മൊത്തം. മേശയൊക്കെ ഒതുക്കി താഴെയൊക്കെ മോപ്പൊക്കെ അടിച്ചു എല്ലാം ക്ലിയർ ആയി. അപ്പം മച്ചന്മാരെ, എൻ്റെ ക്ലീനിങ് ഒരുവിധം എല്ലാം തീർന്നു. ബെഡും സോഫയും ടേബിളും എല്ലാം നിലയൊക്കെ തുടച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഈ കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ക്ലീനിങ് കഴിഞ്ഞു, കുളിയും കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 5 കാലമായി കാണും മിക്കവാറും. അപ്പോൾ ഡിന്നർ ടൈമായി. ഒരു ഷിപ്പിൽ 5 തൊട്ട് 6 വരെയാണ് ഡിന്നറിൻ്റെ ടൈം. അപ്പം ഡിന്നർ കഴിക്കാൻ പോകാൻ സമയമായി. അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. വിശന്ന് കുടൽ വലിക്കുകയാണ്. അപ്പോൾ പോയേ പറ്റൂ. സോ ഗൈസ്, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക മറക്കരുത്. സോ ഗൈസ്, ഹിയർ ഐ എം സൈനിങ് ഔട്ട്. യു ആർ ജസിന്ത് ഫ്രം സ്കിൽഡ് മറൈന. താങ്ക് യു.